നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പകർച്ചപ്പനികളുടെ കാലമാണ്. കുട്ടികളിലെ ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ സൂസി ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡെങ്കിപ്പനി ചികിത്സയിലും ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും സജീവമാണല്ലോ ഡോക്ടർ. ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണല്ലോ. മറ്റ് വൈറൽ പനികളിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഡെങ്കിപ്പനി എപ്പോഴും അപകടകാരിയാണോ? ഇപ്പം പറഞ്ഞതുപോലെ മഴക്കാലമാണ്, പകർച്ചപ്പനികളുടെ കാലമാണ്. അതിൽ ഡെങ്കിപ്പനിയും ഒരു പ്രധാന പനിയായിട്ട് തന്നെ തുടരുന്നു. ഡെങ്കിപ്പനി ഒരു ഡെങ്കി വൈറസ് കാരണം ഉണ്ടാകുന്ന പനിയാണ്. ഇത് മറ്റ് വൈറൽ പനികളിലും വ്യത്യസ്തമാക്കുന്നത് ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയാൽ നടക്കുന്ന കുറച്ച് അപൂർവമായ ഒരു ആഭാസമാണ്. അതായത് ഡെങ്കി വൈറസ് 4 സീറോ ടൈപ്പ് ഉണ്ട്. ഡെങ്കി വൈറസ് 1, ഡെങ്കി വൈറസ് 2, ഡെങ്കി വൈറസ് 3 ആൻഡ് ഡെങ്കി വൈറസ് 4. അപ്പം ഇത് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ഡെങ്കി വൈറസ് 1 എന്ന സീറോ ടൈപ്പ് ആദ്യമായിട്ട് പ്രവേശിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ എന്തൊരു ഇൻഫെക്ഷൻ ഒരു അണു നമ്മുടെ ശരീരത്തിൽ കയറിയാലും അതിൽ പ്രതിരോധ ശക്തി ഉള്ളതാണെങ്കിൽ അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഡെങ്കി വൈറസ് 1-നെതിരെയുള്ള ആൻറ്റിബോഡീസ് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുകയും അത് ഒരു ഡെങ്കി ഫീവർ, ഒരു സാധാരണ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി വൈറൽ പനികൾ പോലെ ഉണ്ടാകുന്നു. അതായത് സാധാരണ വൈറൽ പനികൾ വരുന്ന പോലെ പനി കാണും, കഠിനമായ പനിയോടുകൂടെ വിറയലും കുളിരും കാണും, സന്ധിവേദന അല്ലെങ്കിൽ പേശികൾക്ക് വേദന കാണും, തലവേദന കാണും. അങ്ങനെ ചിലപ്പോൾ ഈ പനി ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഇപ്പം നമുക്ക് ഉള്ള ഒരു ഇൻഫ്ലുവൻസ പനിയോ ബാക്കി വൈറൽ പനികളോ പോലെ നമുക്കിത് പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുക്ക പോയി ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്താലേ ചിലപ്പോൾ നമുക്ക് ഇതൊരു ഡെങ്കിപ്പനിയാണെന്ന് ചിലപ്പം തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. ചില ആൾക്കാരിൽ ഈ ആദ്യമായിട്ട് കയറുന്ന ഡെങ്കി വൈറസ് ചിലപ്പോൾ കുറച്ചുകൂടെ കഠിനമായ പനിയിലായിരിക്കും ഉണ്ടാകുക. അതായത് കഠിനമായ, നമ്മൾ പണ്ട് ഈ ഡെങ്കിപ്പനിയെ ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ അസ്ഥികൾ ഒടിയുന്ന വേദനയായിരിക്കും. അതായത് നല്ല കൂടിയ പനിയും അബ്രപ്റ്റ് ഓൺസെറ്റാണ്, വിറയൽ കാണും, കുളിര് കാണും, അതിൻ്റെ കൂടെ അസഹ്യമായ സന്ധിവേദനയും പേശിവേദനയും തലവേദനയും, പ്രത്യേകിച്ച് നമ്മൾ കണ്ണിന് പുറകിലുള്ള റിട്രോ ഓർബിറ്റൽ പെയിൻ. അപ്പോൾ ഈ പനിയുടെ തീവ്രത ചില പിള്ളേരിലും അഡൾട്ടിലും നമ്മുടെ ശരീരം ഒരു ഫ്ലഷ്ഡ് അപ്പിയറൻസ് ആയിരിക്കും. അതായത് ശരീരം മൊത്തം ഒരു ചുമന്ന രീതിയിലൊരു ഫ്ലഷിങ് വന്നിട്ട് നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് കൊണ്ടോ പരിശോധിക്കുമ്പോൾ അതിൽ ബ്ലാഞ്ചിങ്ങും കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഡോക്ടർക്ക് മനസ്സിലാകാൻ പറ്റും ഇത് ബാക്കി വൈറൽ പനികളെ അപേക്ഷിച്ച് ഇത് ഡെങ്കി പനി ആകാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ഞാൻ ഈ പറഞ്ഞ 2 പനിയും ഡെങ്കി ഫീവർ, അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരാഴ്ചയ്ക്കകം മാറാവുന്ന ഡെങ്കിപ്പനിയാണ്. അത് വരുന്നത് നമുക്ക് ആദ്യമായിട്ടൊരു ഡെങ്കി സീറോ ടൈപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാണ്. ഇനിയും ഇതേ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും സീറോ ടൈപ്സ്, അതായത് ഡെങ്കി വൈറസിൻ്റെ 2, 3 അല്ലെങ്കിൽ 4 സീറോ ടൈപ്പ് കയറുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ആഭാസ പ്രകടനം ഉണ്ടാകും. അതാണ് ഈ ഡെങ്കിയെ കൂടുതൽ പ്രശ്നകരമാക്കുന്നതും കൂടുതൽ സീരിയസ് ആക്കുന്നതും ചെയ്യുന്നത്. അതായത് അത് മനസ്സിലാക്കാൻ, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ ശരീരത്തിൽ ഡെങ്കി വൈറസ് 1 കയറിയപ്പോൾ ഉണ്ടാകുന്ന ആൻറ്റിബോഡി ഡെങ്കി വൈറസ് 1-നെതിരെയാണ്. അയാളുടെ ജീവിതകാലത്തിൽ അയാൾക്ക് ഡെങ്കി വൈറസ് 1-നെതിരെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ഡെങ്കി വൈറസ് 2, 3, 4 കയറുമ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്നിരിക്കുന്ന ഈ ഡെങ്കി വൈറൽ 1 ആൻറ്റിബോഡി ഈ ഡെങ്കി വൈറസ് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആൻറ്റിജനെതിരെ ഒരു ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ശരീരത്തിലെ ആൻറ്റിബോഡി കോംപ്ലിമെൻറ്റ് മീഡിയേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ അകത്തുള്ള എൻഡോത്തീലിയം എന്ന സ്ട്രക്ചറിനെയാണ്. അതിൽ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുകയും ഈ രക്തക്കുഴലുകൾ കൂടുതൽ ലീക്കി ആകുകയും അകത്ത് ഉള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് ലീക്ക് ചെയ്യുകയും നിമിത്തം നമ്മുടെ ഇൻട്രാവാസ്കുലർ, നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിലെ വോളിയം കുറയുകയും അതുമൂലം നമ്മൾ ഹൈപ്പോ വോളിയമിക് ഷോക്ക് എന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡെങ്കി എന്ന് പറയുന്നത്. വ്യക്തമാണ് ഡോക്ടർ. കുട്ടികളിലെ ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് അറിയേണ്ടത്. കുട്ടികളിൽ ഇത് എത്രത്തോളം അപകടകരമാണ്? മുതിർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ അപകടകാരിയാണോ ഇത്? കുട്ടികളിൽ ഇത് കുറച്ചുകൂടെ അപകടം പിടിച്ചതാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതിപ്പം പ്രൈമറി ഡെങ്കിയും സെക്കൻഡറി ഡെങ്കിയും കുറിച്ചാണ്. ഡെങ്കിപ്പനി ശരിക്കും ഒരു ടൈം ലൈൻ ഉള്ള ഒരു ഫീവറാണ്. അതായത്
ഒരു ഫെബ്രൈൽ ഫേസ് കാണും ഡെങ്കിപ്പനിക്ക്. അത് ആദ്യത്തെ ഒരു 2 തൊട്ട് 7 ദിവസം വരെ ഒരു ഫെബ്രൈൽ ഫേസ്, അതായത് പനിയും ഞാൻ പറഞ്ഞ ബാക്കിയുള്ള സിംറ്റംസും കാണും. സാധാരണയുള്ള പ്രൈമറി ഡെങ്കി ഈ ഫെബ്രൈൽ ഫേസിൽ അത് അസുഖം ഭേദപ്പെടും. ഞാൻ പറഞ്ഞ സെക്കൻഡറി ഡെങ്കി ആകുമ്പോഴാണ് ഈ ഫെബ്രൈൽ ഫേസ് കഴിഞ്ഞ് അടുത്തുള്ള 2ാമത്തെ ഫേസായ ക്രിട്ടിക്കൽ ഫേസിലോട്ട് പോകുന്നത്. ഈ ക്രിട്ടിക്കൽ ഫേസിൽ പോകുമ്പോഴാണ് അത് ഈ പ്രൈമറി ഡെങ്കികൾ പോകില്ല. സെക്കൻഡറി ആയിട്ടുള്ള ഡെങ്കികളിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ ഒരു സീറോടൈപ്പ് കയറുമ്പോൾ ഈ രക്തക്കുഴലുകളുടെ ഉള്ളിലെ എൻഡോത്തീലിയൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടാക്കുന്ന ആ സ്റ്റേജിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം, നമ്മൾ 2017 അവസാനമായി പ്രധാനമായ ഒരു ഡെങ്കി എപ്പിഡമിക് ഉണ്ടായത്. അക്കാലങ്ങളിൽ കുട്ടികളിൽ നമുക്ക് ഈ ക്രിട്ടിക്കൽ ഫേസ് ഒരാഴ്ചയോളം വരെയും കണ്ടിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പൊതുവേ ഈ രക്തക്കുഴലുകളുടെ എൻഡോത്തീലിയത്തിൻ്റെ ലീക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അവരുടെ ബ്ലഡ് വോളിയം മുതിർന്നവരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവുമായിരിക്കും. അപ്പം ഈ ലീക്ക് കാരണം അവർക്ക് വരുന്ന ഇൻട്രാവാസ്കുലർ വോളിയത്തിൻ്റെ കുറവും അവർക്ക് വരുന്ന ഹൈപ്പോവോളീമിക് ഷോക്കും കുറച്ചുകൂടെ മുതിർന്നവരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണപ്പെടും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിവിയർ ഡെങ്കി വരണം എന്നില്ല. ലോകാരോഗ്യ സംഘടന, അതായത് WHO, ഓരോ വർഷവും നമുക്കറിയാം ഗൈഡ് ലൈൻസ് ഉണ്ടാക്കും. ഏതൊരു പകർച്ചവ്യാധി അസുഖത്തിനാണെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ടാക്കും. ചിലപ്പോൾ 4 വർഷം 5 വർഷത്തിൽ ഒരിക്കൽ അത് പുതിയ ഗൈഡ് ലൈൻ ഉണ്ടാക്കും. അവസാനത്തെ ഗൈഡ് ലൈനിൽ 2023 WHO ഗൈഡ് ലൈൻ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് നമ്മുടെ കോവിഡ് ഘട്ടത്തിൽ 2020 ഈ കോവിഡും ഡെങ്കിയും ഒന്നിച്ച് വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അന്നേരം WHO ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഗൈഡ് ലൈൻസ് പ്രകാരം ഡെങ്കിയെ 3 തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ക്രിട്ടിക്കൽ ഫേസിലോട്ട് പോയി കഴിഞ്ഞ അവസ്ഥയിൽ വരുന്ന ഒരു സിവിയർ ഡെങ്കിയാണ്. അപ്പം അങ്ങനെ പോകുന്ന ഡെങ്കിയെ നമുക്ക് സിവിയർ ഡെങ്കി എന്ന് വിളിക്കാം. ബാക്കി 2 ഡെങ്കിപ്പനികൾ ഡെങ്കി വിത്ത് വാർണിംഗ് സൈൻസ് ആൻഡ് ഡെങ്കി വിത്തൗട്ട് വാർണിംഗ് സൈൻസ്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 3 തരം ഡെങ്കിയാണ്: ഡെങ്കി വിത്ത് വാർണിംഗ് സൈൻ, ഡെങ്കി വിത്തൗട്ട് വാർണിംഗ് സൈൻ ആൻഡ് സിവിയർ ഡെങ്കി. അപ്പം കുട്ടികളിൽ ഈ സിവിയർ ഡെങ്കി ആകാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. ആ സിവിയർ ഡെങ്കി തന്നെ പലതരത്തിലുണ്ട്. 4 പ്രധാന തരത്തിലാണുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഡെങ്കി വിത്ത് ഷോക്ക്, അതായത് അകത്തെ ഫ്ലൂയിഡ് പുറത്തോട്ട് പോകുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കളക്ട് ചെയ്യുമ്പോൾ ഇൻട്രാവാസ്കുലർ വോളിയം കുറഞ്ഞിട്ട് സംഭവിക്കുന്ന, അതായത് ഇപ്പോൾ കോശങ്ങളിലോട്ടുള്ള രക്തയോട്ടവും ഓക്സിജനും ന്യൂട്രിയൻസും കുറയുകയും എല്ലാ കോശങ്ങളും കേടുപാട് സംഭവിക്കുകയും ചെയ്യും. അതാണ് ഡെങ്കി വിത്ത് ഷോക്ക്. രണ്ടാമത്തത് നമുക്കറിയാം ഡെങ്കിപ്പനി ഒരു ഹെമറാജിക് പനിയാണ്, അതായത് ഡെങ്കി വിത്ത് സിവിയർ ഹെമറേജ്. ഡെങ്കി വരുമ്പോൾ നമുക്ക് രക്തം ഛർദ്ദിക്കുകയും മലത്തിൽ കൂടി രക്തം പോകുകയും അങ്ങനെ രക്തം ഒരു ഹെമറാജിക് ഫീവറിൻ്റെ ഒരു ഡെങ്കി വിത്ത് സിവിയർ ഹെമറേജ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും നിങ്ങൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതാണ് ഈ രക്തം, അതായത് ഈ ഹെമറേജിന് കാരണം. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് മൂലം വരുന്ന ഹെമറേജ് അതിൽ ഒരു ചെറിയ പങ്ക് മാത്രമാണ് വഹിക്കുന്നത്. അത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് കൊണ്ട് മാത്രമല്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ ക്വാളിറ്റിയും കുറയുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ പ്രധാനമായിട്ടും ഡെങ്കിയിൽ ഹെമറേജ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ കാപ്പിലറി എൻഡോത്തീലിയത്തിൽ വരുന്ന കേടുപാടുകൾ കൊണ്ട് അകത്തെ ഫ്ലൂയിഡ് പുറത്തോട്ട് വരുമ്പോൾ ഹൈപ്പോവോളീമിക് ഷോക്ക് വന്ന് സെല്ലിന് കേടുപാട് സംഭവിച്ച് സെല്ലിലും രക്തത്തിലും അസിഡോസിസ് ഉണ്ടാകുന്നു. അപ്പോൾ അസിഡോസിസ് ക്രമാതീതമായി കൂടിയാൽ നമ്മുടെ ബോഡിക്ക് കൺസപ്ഷൻ ക്വാഗുലോപ്പതി വന്നിട്ട് ഒരു DIC പിക്ചർ പോലെ വന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നു. അപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ പ്രധാന കാരണം അതാണ്, അല്ലാതെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞത് കൊണ്ടല്ല ഡെങ്കിപ്പനികൾ ബ്ലീഡ് ചെയ്യണത്. അപ്പം പിള്ളേരിൽ ഈ സിവിയർ ഡെങ്കി ആകാനുള്ള സാധ്യത, അതായത് ഈ ഹൈപ്പോവോളീമിക് ഡെങ്കി വിത്ത് ഷോക്ക്, ഡെങ്കി വിത്ത് ഹെമറേജ്. മൂന്നാമത്തെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള ഡെങ്കി വിത്ത് ഓർഗൻ ഇൻവോൾവ്മെൻറ്റ്, അതായത് എക്സ്റ്റെൻഡഡ് ഡെങ്കി. അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുമുണ്ടാകും ചിലപ്പം ഈ പ്രക്രിയകൾ ഈ വെസലിൻ്റെ വോളിൽ മാത്രം ഉണ്ടാകണം എന്നില്ല. അത് നമ്മുടെ പല ഓർഗനെയും പോയി ഐസൊലേറ്റഡ് ആയിട്ട് ബാധിക്കാം. ഇപ്പം തലച്ചോറിനെ ബാധിക്കുവാണെങ്കിൽ ഡെങ്കി എൻസെഫലൈറ്റിസ്, ഹാർട്ടിനെ ബാധിക്കുവാണെങ്കിൽ ഡെങ്കി മയോകാർഡൈറ്റിസ്, കരളിനെ ബാധിക്കുവാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, കിഡ്നിയെ ബാധിക്കും. അപ്പോൾ ഈ ഹൃദയത്തെ ബാധിക്കുന്ന ഡെങ്കി മയോകാർഡൈറ്റിസ് ആണ് നമ്മുടെ മരണത്തിന് പ്രധാന കാരണം. അതിൻ്റെ കൂടെ ഹാർട്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റും കിഡ്നിയുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും. നാലാമത്തെ തരം ഡെങ്കി സിവിയർ ആകുന്നത് മെറ്റബോളിക് ഡെങ്കിയാണ്. അതും പിള്ളേരിൽ നമുക്ക് കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടും.
നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സോഡിയം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, പിന്നെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ പോലെ അസിഡോസിസ്, ഇതൊക്കെ വരുമ്പോഴും ഡെങ്കി സിവിയർ ആകും. അപ്പം ഞാൻ പറഞ്ഞത് ഈ സിവിയർ ഡെങ്കി 4 തരമുണ്ട്. ഡെങ്കി വിത്ത് ഷോക്ക്, ഡെങ്കി വിത്ത് ഹെമറേജ്, ഡെങ്കി വിത്ത് ഐസൊലേറ്റഡ്, അതായത് ഓർഗൻ ഇൻവോൾവ്മെൻറ്റ് മാത്രമുള്ള ഡെങ്കി, 4മത്തേത് മെറ്റബോളിക് ഡെങ്കി. അപ്പോൾ സിവിയർ ഡെങ്കി സാധാരണഗതിയിൽ ഒരു 100 ആൾക്കാർക്ക് ഡെങ്കി വന്ന് അതിൻ്റെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഈ സിവിയർ ഡെങ്കി വരുന്നത് ചിലപ്പോൾ 4-3% കുറവുള്ള ആൾക്കാർക്കേ ഉള്ളൂ. അത് പിള്ളേരിൽ കുറച്ച് വലിയവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമുക്കൊപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് കാശിയാണ്. കാശി, ചോദിച്ചോളൂ. കാശി, ചോദിച്ചോളൂ. കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, അതുപോലെ ഈ നവജാത ശിശുക്കൾ, 1 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഇവരിലൊക്കെ ഡെങ്കി വന്നാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നവജാത ശിശുക്കളിലും 1 വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളിലും ഡെങ്കി വന്നാൽ അത് കുറച്ചുകൂടെ സിവിയറും കുറച്ചുകൂടെ മോർട്ടാലിറ്റിയും ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്രിയ കൊണ്ട് തന്നെ, അതായത് അമ്മമാർക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സീറോടൈപ്പ് കാരണമുള്ള ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാകുന്നു. ഈ IgG ആൻറ്റിബോഡീസ് അമ്മയിൽ നിന്നും പ്ലാസൻ്റ വഴി, പുക്കിൾക്കൊടി വഴി കുട്ടിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു സീറോടൈപ്പിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പുറമേ ഈ കുട്ടിക്ക് വേറെ ഒരു ഡെങ്കി വൈറസ് മൂലം ഉള്ള ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ നേരത്തെ പറഞ്ഞ പ്രക്രിയ, അതായത് സെക്കൻഡറി ഡെങ്കി വന്ന് കൂടുതൽ സിവിയർ ആകാനുള്ള സാധ്യത മറ്റേ വലിയ കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ നവജാത ശിശുക്കളിലും ഈ ഡെങ്കിപ്പനി വന്ന് ഉള്ള പ്രക്രിയ ചിലപ്പോൾ അവരുടെ നമ്മൾ സാധാരണ ശിശുക്കളിൽ കാണുന്ന സെപ്റ്റിസീമിയ, മെനിഞ്ചൈറ്റിസ് ആയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായി ക്ലിനിക്കൽ സിംറ്റമും അമ്മയുടെ ഹിസ്റ്ററിയും വെച്ചിട്ടാണ് ഇതിനൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസും ലാബറട്ടറി പരിശോധന വെച്ചിട്ടൊരു ഡയഗ്നോസിസും ഉണ്ടാക്കുന്നത്. അവർക്ക് താരതമ്യേ മറ്റേ വലിയ മുതിർന്ന കുട്ടികളെ അപേക്ഷിച്ചിട്ട് പ്രശ്നങ്ങൾ കൂടുതലാണ്. വ്യക്തമാണ് ഡോക്ടർ. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചന്ദ്രനാണ്. ചന്ദ്രൻ, ചോദിച്ചോളൂ. മാഡം, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഡം. എന്താണെന്നറിയാമോ? ഒന്ന്, നമ്മളെ ഡെങ്കിപ്പനി പകരുന്നതാണോ? രണ്ടാമത്, അതിന് പ്രതിരോധിക്കാനുള്ള മരുന്നുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും കുട്ടികളും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം എന്ന് പറയണം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഡെങ്കിപ്പനി പകരുന്നതാണോ? ഡെഫിനറ്റ്ലി ഡെങ്കിപ്പനി പകരുന്നതാണ്. നമ്മുടെ ബാക്കി വൈറൽ പനി, ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഫ്ലൂ വൈറസാണ്, ബാക്കി വൈറസും ഉണ്ട്. അതെല്ലാം നമ്മുടെ എയർബോൺ ആണ്. അതായത് എയറിൽ കൂടി ഒന്നെങ്കിൽ എയർബോൺ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് പകരുന്നത്. പക്ഷേ ഡെങ്കിപ്പനി പകരുന്നത്, ഡെങ്കിപ്പനി ഒരു വെക്ടർ ബോൺ ഡിസീസാണ്. ഈ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊതുകുകളാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഏഡിസ് ഈജിപ്റ്റി, ഏഡിസ് ആൽബോപിറ്റസ്, ഈ കൊതുകുകൾ ഫ്രഷ് വാട്ടറിൽ വളരുന്നതാണ്. അപ്പം ഈ കൊതുകുകൾ ഡെങ്കിപ്പനി ഉള്ള ഒരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ രക്തത്തിൽ നിന്ന് ആ ഡെങ്കി വൈറസ് ഈ കൊതുകുകൾ കയറുകയും ഈ കൊതുക് വേറെ ഒരാൾ കടിക്കുകയും ചെയ്യുമ്പോഴാണ് ഡെങ്കിപ്പനി പകരുന്നത്. ഡോക്ടർ, അതുപോലെ ഈ കുട്ടികളിൽ പനി വന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഡെങ്കിയുടെ ലക്ഷണങ്ങളും എന്തെല്ലാമാണ്? അത് നല്ലൊരു ചോദ്യമാണ്. കുട്ടികളുടെ, നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരും അമ്മമാരും ഇത് പ്രത്യേകം അറിയേണ്ടതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകാരോഗ്യ സംഘടന ഡെങ്കിയെ തിരിച്ചിരിക്കുന്നത് 3ആയിട്ടാണ്. സിവിയർ ഡെങ്കിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഡെങ്കി വിത്ത് വാർണിംഗ് സൈനും ഡെങ്കി വിത്തൗട്ട് വാർണിംഗ് സൈനും. അപ്പം എന്തുവാണ് ഈ വാർണിംഗ് സൈൻ? ഈ വാർണിംഗ് സൈൻസിനെ പറ്റി നമുക്ക്, ഞാൻ പറഞ്ഞു, ബാക്കി വൈറൽ പനികളെ അപേക്ഷിച്ചിട്ട് ഇതിനൊരു ടൈം ലൈൻ ആയിട്ടുള്ള ഒരു ഡിസീസ് പ്രോഗ്രഷൻ ആയതുകൊണ്ട് നമ്മൾ വാർണിംഗ് സൈൻ എന്തുവാണെന്ന് നമുക്കറിയണം. വാർണിംഗ് സൈൻ എപ്പോൾ വരുന്നു? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൈമറി ഡെങ്കിക്ക് വാർണിംഗ് സൈൻ വരത്തില്ല. ഒരു സെക്കൻഡറി ഡെങ്കി നമ്മുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ കാരണം രക്തക്കുഴലുകളിൽ ലീക്കി ആകുമ്പോൾ അകത്തു നിന്നുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കളക്ട് ചെയ്ത് അകത്തെ വോളിയം കുറയുമ്പോൾ തുടങ്ങുന്നതാണ് ഈ വാർണിംഗ് സൈൻ. അപ്പം ഈ വാർണിംഗ് സൈൻ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്, നിർത്താതെയുള്ള ഛർദിൽ, പെർസിസ്റ്റൻറ്റ് വോമിറ്റിംഗ്, ഇൻറ്റൻസ് അബ്ഡമിനൽ പെയിൻ, സഹിക്കാൻ പറ്റാത്ത വയറുവേദന, അതായത് കഠിനമായ വയറുവേദന. മൂന്നാമത്തത് ക്ഷീണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്ഷീണം, ലെത്താർജി,
അതായത് സാധാരണ വൈറൽ പനികളിൽ ഞാൻ പറഞ്ഞത് പനി ഉള്ളപ്പോഴാണ് കുട്ടിക്ക് ക്ഷീണവും അല്ലെങ്കിൽ കളിക്കാതെ ഇരിക്കുന്നതും കഴിക്കാതെ ഇരിക്കും. നമ്മൾ പനിയുടെ മരുന്ന് കൊടുത്ത് പാരസെറ്റമോൾ കൊടുത്ത് പനി കുറയുമ്പോൾ കുട്ടി ആക്റ്റീവ് ആകും. ഞാൻ നേരത്തെ ഡെങ്കിയുടെ ടൈം ലൈൻ പറഞ്ഞത് ഫെബ്രൈൽ ഫേസ് കഴിഞ്ഞ് ക്രിട്ടിക്കൽ ഫേസിലോട്ട് പോകുന്ന ആ സമയത്ത് ഈ പനി കുറയും. അപ്പോൾ ഒരു ദിവസം പനി വിട്ട് കഴിയുമ്പോഴും കുട്ടിക്ക് ക്ഷീണമുണ്ട്, കുട്ടി ആക്റ്റീവ് അല്ല, കുട്ടിക്ക് വിശപ്പില്ല, ആഹാരം കഴിക്കുന്നില്ല, കുട്ടിക്ക് തളർച്ച പോലെ തോന്നുന്നുണ്ട്, അതും ഒരു വാർണിംഗ് സൈനാണ്. പിന്നീട് നമുക്കറിയാം ഡെങ്കി ഒരു ഹെമറാജിക് ഫീവറിൽ പെടുന്നു. അപ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ തൊലിപ്പുറത്തും നമ്മുടെ വായുടെ ഉള്ളിലെ മ്യൂക്കോസയിലും ചെറിയ രക്തപ്പൊടിച്ചിലുകൾ വരുന്നു, അതായത് മൈൽഡ് ഡെങ്കി വിത്ത് മൈൽഡ് ബ്ലീഡിങ്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ, പുറത്ത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡമിനിലും ചെസ്റ്റിലും ഉള്ള പ്ലൂറൽ ആൻഡ് പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിനിക്കലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരിയ തോതിലുള്ള കളക്ഷനാണ് അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കാം. അങ്ങനെ ഉണ്ടെങ്കിലും അതൊരു വാർണിംഗ് സൈനാണ്. നമ്മുടെ രക്തപരിശോധന ചെയ്യുമ്പോൾ ക്രമാതീതമായി നമ്മുടെ ശ്വേതാണുക്കളും ക്രമാതീതമായി നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പെട്ടെന്ന് ഒരു 50% കൂടുതൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അളവിലും 50% കൂടുതൽ താഴേട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഒരു വാർണിംഗ് സൈനാണ്. അപ്പോൾ ഇതാണ് ഡെങ്കി വിത്ത് വാർണിംഗ് സൈൻ. ഈ വാർണിംഗ് സൈൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റേ മൂന്നാമത്തെ ഡെങ്കിയാണ് ഡെങ്കി വിത്തൗട്ട് വാർണിംഗ് സൈൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും പ്രൈമറി ഡെങ്കി ആയിരിക്കും. ഒരു വൈറൽ പനി വരുന്നത് പോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ചിലപ്പം അത് പനി കഠിനമായിരിക്കും, ചിലപ്പോൾ അത് മൈൽഡായിട്ട് നമ്മൾ ഡെങ്കിപ്പനിയാണെന്ന് പോലും അറിയാതെ അത് കുട്ടികൾക്ക് കുറഞ്ഞിരുന്നിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ കുട്ടികൾക്ക് ഡെങ്കിപ്പനി വന്നാൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ഞാൻ പറഞ്ഞത്, ഈ ഡെങ്കിപ്പനി ഇപ്പം നമുക്കൊരു കുട്ടിക്ക് ഒരു ഡെങ്കിപ്പനി വരുമ്പോൾ ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നമുക്ക് ക്ലിനിക്കലി നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, കുട്ടിക്ക് പനി വിടുമ്പോൾ, പനി കുറയുമ്പോൾ കുട്ടിക്ക് ക്ഷീണമുണ്ടോ, കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കുട്ടിയുടെ മൂത്രത്തിൻ്റെ അളവ് നോർമലാണോ, കുട്ടിക്ക് എന്തെങ്കിലും വിധത്തിൽ രക്തപ്പൊടിച്ചിലുകൾ, വാ തുറന്ന് നോക്കുക, വായുടെ ഉള്ളിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്തോ എന്തെങ്കിലും രക്തപ്പൊടിച്ചിലുകൾ വരുന്നുണ്ടോ. പിന്നെ വേറെ ഒരു വാർണിംഗ് സൈൻ, നമ്മൾ പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുമ്പോൾ നമുക്കൊരു ചെറിയ രീതിയിലൊരു തലകറക്കം, അതിനെ നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അപ്പോൾ 2023 ഡെങ്കി ഗൈഡ് ലൈനിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനും ഒരു വാർണിംഗ് സൈനായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്മമാർക്കും വീട്ടുകാർക്കും പ്രത്യേക ശ്രദ്ധ വേണം. കുട്ടികളിൽ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ പോവുകയും ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യണം. കാരണം ഇവിടെ വെച്ച് വാർണിംഗ് സൈനിൽ കുട്ടിയെ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലീക്ക് കൂടി അകത്തെ ഫ്ലൂയിഡ് എല്ലാം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കളക്ട് ചെയ്ത് ഇൻട്രാവാസ്കുലറായിട്ടുള്ള വോളിയം കുറഞ്ഞ് സിവിയർ ഡെങ്കിയിലോട്ട് പോകും, അതായത് ഡെങ്കി വിത്ത് ഷോക്ക് എന്ന അവസ്ഥയിലോട്ട് പോകും. വ്യക്തമാണ് ഡോക്ടർ. ചികിത്സാ മാർഗങ്ങളിൽ എന്തെല്ലാമാണ്? എല്ലാത്തരം ഡെങ്കിപ്പനികൾക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാത്തരം ഡെങ്കിപ്പനികളിലും ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റ് ആക്കത്തില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രൈമറി ഡെങ്കി ഒരു സാധാരണ ചിലപ്പോൾ വൈറൽ പനിയുടെ പോലെ വന്നു പോയിരുന്നിരിക്കും. അപ്പോൾ അതിൽ ഡോക്ടർക്ക് ഡെങ്കിപ്പനിയെന്ന് കൂടുതൽ സംശയിക്കേണ്ട, അതായത് ഭയങ്കര തലവേദന, ഞാൻ പറഞ്ഞ കണ്ണിന് പുറകിലുള്ള വേദന, അല്ലാതെ പേശികൾ വേദന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനറലൈസ്ഡ് ഫ്ലഷിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ പരിശോധനയിൽ കൂടി ഡെങ്കിപ്പനി ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തും. അങ്ങനെയാണെങ്കിൽ തന്നെയും ഡോക്ടർ നമ്മളോട് അമ്മമാരോട് പറഞ്ഞു വിടും, ഇത് നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് ഈ അവസ്ഥയിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. കുട്ടി അടുത്ത ഫേസിലോട്ട് ഈ വാർണിംഗ് സൈൻ എല്ലാം അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. ഇതിലേതെങ്കിലും വാർണിംഗ് സൈൻ കുട്ടിക്ക് വരുന്നോ എന്ന് ശ്രദ്ധിക്കാനും പറയും. വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഫെബ്രൈൽ ഫേസ് കഴിഞ്ഞുള്ള ക്രിട്ടിക്കൽ ഫേസിൽ പനി മാറുമ്പോഴാണ് ക്രിട്ടിക്കൽ ഫേസ് എന്ന് പോകുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഈ അടുത്തിടെ കണ്ടിട്ടുണ്ട്, പനിയോടുകൂടെ തന്നെ ഈ ക്രിട്ടിക്കൽ ഫേസിലോട്ട് പോകാറുണ്ട്. അപ്പം പനി കുറയണം എന്നില്ല, ചില പിള്ളേർക്ക് ഈ പനി കുറഞ്ഞ് ഒരു 1-2 ദിവസം പനി ഇല്ലാതിരുന്ന് പിന്നെയും പനിക്കും, അതാണ് ഒരു ബൈഫേസിക് ഫീവർ. അപ്പം ഡെങ്കി വിത്തൗട്ട് വാർണിംഗ് സൈൻ ഉള്ളൊരു കുട്ടിയെ വീട്ടിൽ നമ്മൾ നോക്കിയാൽ മതി. ഡെങ്കി വിത്ത് വാർണിംഗ് സൈനിനെ ഉറപ്പായിട്ടും ആശുപത്രിയിൽ കിടത്തി വേണ്ട ചികിത്സ, അതായത് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ആൻറ്റിവൈറൽ മരുന്നില്ല. നമുക്ക് ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞ പോലെ അകത്തെ ഇൻട്രാവാസ്കുലർ വോളിയം കുറയുന്നുണ്ട്. ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ട് ഈ കുട്ടിക്ക് വായിൽ കൂടുള്ള
റീഹൈഡ്രേഷൻ വേണോ അല്ലെങ്കിൽ ഞരമ്പിൽ കൂടെ IV ഫ്ലൂയിഡ്സ് വേണോ എന്നുള്ളത് അത് നമ്മൾ ആശുപത്രിയിൽ കിടന്ന് ചികിത്സ തന്നെ നിരീക്ഷണത്തിൽ പ്രധാനമായിട്ടും ചെയ്യണം. ഇനി സിവിയർ ഡെങ്കി ഉള്ള കുട്ടികളെ നിശ്ചിതമായിട്ടും ഇൻറ്റൻസീവ് കെയർ, ക്രിട്ടിക്കൽ കെയർ, അതായത് ICUവിൽ അഡ്മിറ്റ് ചെയ്ത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. ശരി ഡോക്ടർ, ഡെങ്കിപ്പനിയുള്ള കുട്ടികൾ വീട്ടിൽ പോയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാം പ്രത്യേക കരുതലെടുക്കണം? ഞാനത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു കുട്ടിക്ക് ഡെങ്കിപ്പനി ആദ്യം വരുമ്പോൾ അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ അമ്മമാരോട് പറയണം, പനി മാറിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ പനിയോട് കൂടെയോ കുട്ടിക്ക് ഈ വാർണിംഗ് സൈൻസ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിയെ ഉടനെ കൊണ്ടുവരണം. പിന്നെ വേറെ ഒരു കാര്യം, നമ്മൾ പനി ഉള്ളപ്പോൾ കുട്ടിക്ക് നമ്മൾ ഈ മിക്ക അമ്മമാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വെറും വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കൊടുക്കാറുള്ളത്. അത് കൊടുക്കാതെ കുട്ടികൾക്ക് ഇലക്ട്രോലൈറ്റ്സ് കലർന്ന വെള്ളം കൊടുക്കണം. അതായത് നമ്മൾ വീട്ടിൽ സുലഭമായി കിട്ടുന്ന കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റബോളിക് ഡെങ്കി എന്ന് പറഞ്ഞാൽ സിവിയർ ഡെങ്കിയാണ്. നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ, പൊട്ടാഷ്യത്തിന് അങ്ങനെ അളവിന് വ്യത്യാസം വരുന്ന ഡെങ്കിയും സിവിയർ ഡെങ്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ അവർക്ക് വെറും തിളപ്പിച്ചാർച്ച വെള്ളം മാത്രം കൊടുക്കാതെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടത്, അല്ലെങ്കിൽ കരിക്ക് വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയ ORS വെള്ളം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡയറിയിൽ കൊടുക്കുന്ന ORS ആണ്. അതിൽ സോഡിയം, പൊട്ടാഷ്യം, ബൈകാർബണേറ്റ് എന്ന കുറേ ക്ലോറൈഡ് എന്ന കുറേ ലായനികൾ ഉണ്ട്. അപ്പം ഇത് പിന്നെ നമ്മൾ നിശ്ചയമായും കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു ഡെങ്കിപ്പനി വന്നാൽ അതിൻ്റെ സ്രോതസ്സ് വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ അതെവിടെയാണ്, മിക്കപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ തോതിൽ ഫ്രഷ് വാട്ടർ കളക്ട് ചെയ്യുന്നിടത്ത് ഈ കൊതുക് മുട്ടയിട്ട് വളർന്നായിരിക്കും ഈ ഡെങ്കി വൈറസ് കൊതുകിൽ കൂടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ചെടിച്ചട്ടിയിലായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ ചെറിയ വെള്ളം കളക്ഷനുള്ള നമ്മുടെ മുറ്റത്തായിരിക്കും. അതെല്ലാം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, ഭക്ഷണം, പാനീയം ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചാർച്ച വെള്ളം മാത്രമല്ല അത് കൊടുക്കരുത്. തിളപ്പിച്ചാർച്ച വെള്ളം മാത്രം കൊടുത്താൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും. ഇതുപോലെ ലവണങ്ങൾ അടങ്ങിയ വെള്ളം കൊടുക്കുക, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ആഹാരങ്ങൾ ചെറിയ അളവിലും ഫ്രീക്വൻ്റ് ആയിട്ടും കൊടുക്കുക. എണ്ണ പലഹാരങ്ങളും എണ്ണയിലിട്ട ആഹാരങ്ങളും കുറയ്ക്കുക. കാരണം ഈ പനിയുടെ അവസ്ഥയനുസരിച്ച് അത് ഛർദിലിന് കാരണമാകും. ഛർദിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയാണ്. ഡോക്ടർ, അതുപോലെ ഡെങ്കി വീണ്ടും വന്നാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നമുക്ക് ആദ്യമായിട്ടൊരു വൈറസ് സീറോ ടൈപ്പ് ആണ് ഡെങ്കി വരുന്നതെങ്കിൽ നമുക്കത് പ്രൈമറി ഡെങ്കി ആയിട്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ സീരിയസ് അല്ലാത്ത വിധം പോകും. പക്ഷേ നമ്മൾക്കറിയാം, നമുക്ക് ശരീരത്തിൽ ഓൾറെഡി ഒരു ഡെങ്കിപ്പനി വൈറസ് വന്ന് അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ട്. അപ്പോൾ ആ വൈറസ് നമുക്ക് വരത്തില്ല, ആ വൈറസിൻ്റെ ഇൻഫെക്ഷൻ വരത്തില്ല. പക്ഷേ വേറെ 3 സീറോ ടൈപ്പിൽ ഏത് വൈറസിൻ നമ്മുടെ ശരീരത്തിൽ പിന്നീട് കയറിയാലും ഈ പറയുന്ന സെക്കൻഡറി ഡെങ്കി ഉണ്ടാക്കുകയും ആ സെക്കൻഡറി ഡെങ്കി ചിലപ്പോൾ സിവിയർ ഡെങ്കി ആയിട്ട് മാരകമാകുകയും ചെയ്യും. അതുപോലെ ഡോക്ടർ, ഡെങ്കിപ്പനി വരാനുള്ള കാരണങ്ങൾ അതെന്തെല്ലാമാണ്? ഇതെങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുക? നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിച്ചാലേ ഇതിനെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചപ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് പകരുന്നത്, ഇത് കൊതുകിൽ കൂടിയാണ് പകരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും, അതുകൊണ്ടാണ് മൺസൂൺ സീസൺ മഴക്കാലം വരുമ്പോൾ ഈ ഡെങ്കി എപ്പിഡമിക് ആകുന്നത്. അപ്പം നമ്മൾ പറയണ പോലെ നമ്മൾ തന്നെ ഓരോരുത്തരും നമ്മുടെ വീടിൻ്റെ പ്രദേശങ്ങളും എല്ലാം ഡ്രൈ ഡേ ആചരിക്കണം. നമ്മൾ ഓരോരുത്തരും അത് ഒരു ഇനീഷ്യേറ്റീവ് എടുത്താലേ ഇതിൽ നിന്നും നമുക്ക് രക്ഷയുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർ, ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുമോ? അത് നേരത്തെ പറഞ്ഞത് തന്നെ, അത് പകരുന്നത് കൊതുകുകൾ വഴി മാത്രമാണ്. വെക്ടർ ബോൺ ഡിസീസാണ്, അല്ലാതെ ഒരാളുടെ ശ്വാസകോശത്തിൽ നിന്നോ എയർബോണോ ഡ്രോപ്ലെറ്റോ അല്ല ഡെങ്കിപ്പനി പകരുന്നത്. അതുപോലെ ഡോക്ടർ, ഡെങ്കി വന്ന കൗണ്ട് കുറഞ്ഞാൽ എന്താണ് ചെയ്യുക? അത് കൗണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ അത് 2 വിധത്തിലാകാം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ, അതായത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് പാക്ഡ് സെൽ വോളിയം. പിന്നെ കിട്ടുന്നതാണ് ഒരു സിമ്പിൾ ബ്ലഡ് കൗണ്ട് കിട്ടുന്നതാണ് ടോട്ടൽ കൗണ്ട്, അതാണ് നമ്മുടെ രക്തത്തിലെ ശ്വേതാണുക്കളുടെ എണ്ണം. പിന്നെ കിട്ടുന്നതാണ് ആ ശ്വേതാണുക്കളിൽ എത്ര പോളിമോർഫ്സ് ഉണ്ട്, എത്ര ലിംഫോസൈറ്റ് ഉണ്ട്, എത്ര യോസിനോഫിൽസ്, എത്ര മറ്റേ ബാക്കിയുള്ള സെൽ. പിന്നെ കിട്ടുന്ന കൗണ്ടാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്.
അപ്പം ഈ കൗണ്ട് കുറയുക എന്ന് വെച്ചാൽ എല്ലാവരും ഈ കൗണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഡെങ്കിപ്പനി, ഒരു പ്രൈമറി ഡെങ്കിപ്പനിക്കും ഒരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. ഒരു ചെറിയ രീതിയിൽ ഒരു ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും, ചിലപ്പോൾ ഒരു മോഡറേറ്റ് ത്രോംബോസൈറ്റോപീനിയം വരും. അത് ഈ എല്ലാ വൈറസും, ഡെങ്കിന്ന് മാത്രമല്ല, പക്ഷേ ഡെങ്കി വൈറസ് കൂടുതലായിട്ടും നമ്മുടെ മജ്ജയിൽ നിന്നാണ് ഈ ശ്വേതാണുക്കളാണേലും രക്താണുക്കളാണേലും പ്ലേറ്റ്ലെറ്റ് ആണേലും ഉണ്ടാകുന്നത്. അപ്പം ഈ മജ്ജയിൽ നിന്ന് അത് വരുന്നത് കുറയ്ക്കുന്നതാണ് ഈ വൈറൽ പനികൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ മൈൽഡ് ടു മോഡറേറ്റ് ത്രോംബോസൈറ്റോപീനിയ ഒരു സിമ്പിൾ ഡെങ്കിക്കും ഒരു പ്രൈമറി ഡെങ്കിക്കും വരും. അത് ഒരു ബ്ലീഡിങ്ങിൻ്റെ കാരണം അല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രൈമറി ഡെങ്കി, സെക്കൻഡറി ഡെങ്കി, അതായത് നമ്മുടെ ഫീവർ ഫെബ്രൈൽ ഫേസ് അടുത്ത ഫേസായ ക്രിട്ടിക്കൽ ഫേസിലോട്ട് പോകുന്ന ഒരു വാർണിംഗ് സൈനാണ്. നമ്മൾ ക്രമാതീതമായി നമ്മുടെ ശ്വേതാണുക്കൾ കുറയുകയും ക്രമാതീതമായി നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക. അതായത് ഇപ്പം ഒരു പനി വന്ന് നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടർ ചിലപ്പം ഒരു ബേസ് ലൈൻ കൗണ്ട് നോക്കിക്കാണും. അപ്പോൾ ഡോക്ടർ ആ കൗണ്ട് വെച്ച് താരതമ്യം ചെയ്യും. അപ്പോൾ ആ പ്രീവിയസ് കൗണ്ടിൽ നിന്നും ഒരു പെട്ടെന്നൊരു ഫോളാണ് ഡോക്ടർ കാണുന്നെങ്കിൽ അത് തന്നെ ഒരു വാർണിംഗ് സൈനാണ്. ഈ ഡെങ്കിപ്പനി ഒരു ക്രിട്ടിക്കൽ ഫേസിലോട്ട് പോകുന്ന ഒരു അടയാളമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, കൊതുക് തിരി പോലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് വെച്ച് ഉപയോഗിക്കുന്നത് അപകടകരമാണോ? കൊതുകിനെ ഞാൻ പറഞ്ഞ പോലെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായ പണി നമ്മുടെ വീടും പരിസരവും വെള്ളം കെട്ടാതെ ശുചിയായിട്ട് വെക്കുക. പിന്നെ കൊതുക് തിരി അത് ചില പിള്ളേർക്ക്, പ്രത്യേകിച്ച് ആസ്മയുള്ള പിള്ളേർക്ക് അതിൻ്റെ കെമിക്കൽ കമ്പോണൻസ് കാരണം ആസ്മ അല്ലെങ്കിൽ അലർജി വരും. അപ്പം നമ്മൾ ആസ്മ ഫീനോടൈപ്പ് ഉള്ള പിള്ളേരിലും വീടുകളിലും നമ്മളിത് ഉപയോഗിക്കരുതെന്ന് തന്നെ പറഞ്ഞു വിടും. കാരണം അതൊരു ആസ്മ വന്ന് ശ്വാസം വന്ന് ചിലപ്പം ശ്വാസം മുട്ടൽ കൂടി ICUവിൽ വരെ അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുപോലത്തെ പിള്ളേരിൽ നമ്മൾ കൊതുക് തിരിയുടെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറയും. പിന്നെ ഇപ്പം വിപണിയിലുള്ള ചില ലേപനങ്ങളുണ്ട്. അപ്പം അതിനൊന്നും ഒരു പരിഹാരമല്ല. നമ്മൾ നമ്മുടെ വീടും പരിസരവും കൊതുക് വിമുക്തമാക്കുകയാണ്. അതായത് ഫ്രഷ് വാട്ടറിലാണ് ഈ കൊതുക് വളരുന്നത്. അപ്പം നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുചിയാക്കി വെക്കുകയാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പമായ പോംവഴി. കുട്ടികളിലെ ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ സൂസി ജോസഫ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.